ഹലോ എല്ലാവർക്കും ഹേ ഒപ്പീനിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞാൽ 93 ഇറങ്ങിയ ആ ഒരു ഗംഭീര സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മണിച്ചിത്രത്താഴ് ഇതിനെ കാണാൻ പോകുന്നത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു. കാരണം നമ്മൾ ആ ഒരു സിനിമ എത്ര തവണ എനിക്ക് തന്നെ ഒരു ഊഹമില്ല. ആ സിനിമയിലെ ഓരോ വരികളും ഡയലോഗ്സും എല്ലാം ഓരോ സീൻ ബൈ സീൻ നമുക്ക് കാണാം. അപ്പോൾ അത്ര തവണ ടി വി വന്നിട്ടും ടി വി ഇട്ട് അങ്ങനെ കണ്ടിട്ടുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ്. പക്ഷേ നമ്മളൊരിക്കലും ഇപ്പോൾ ഞാൻ ഈ ഒരു സിനിമ കഥ കാണാൻ വേണ്ടിയിട്ടൊന്നല്ല പോകുന്നത്. കാരണം നമുക്ക് ഈ കഥ നമുക്കറിയാം ഈ സിനിമയുടെ എന്താണെന്നുള്ളത്. ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച ആൾക്കാരെ ഉദ്ദേശിച്ചതല്ല. കാരണം മിക്ക ആൾക്കാരും ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളതാണ്. പുതിയ ജനറേഷനിൽ ആരെങ്കിലും കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും ഇത് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾക്കിത് കണ്ട് ശീലിച്ചൊരു സിനിമ തന്നെ. പക്ഷേ ഈ ഒരു സിനിമ ഇത് 4K റീമാസ്റ്റർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി, പിന്നെ അത് മാത്രമല്ല അത് ഇതിൻ്റെ സൗണ്ട്, അതായത് ആ അന്നത്തെ ഫിലിമിലൊക്കെ മോണോ ആയിട്ടാണ് ട്രാക്ക് വരാം. അപ്പോൾ ഈ ഒരു സൗണ്ടിനെ അറ്റ്മോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം പല ചാനലായിട്ട് തിരിച്ചു വിട്ടിട്ട് നമ്മൾ ഡയലോഗ്സും പിന്നെ ഓരോ മ്യൂസിക്കിലെ ഓരോ ബീജിയംസ് എല്ലാം പല പല സ്പീക്കേഴ്സിൽ സറൗണ്ട് വരുന്ന ഒരു സൗണ്ട് ഫോർമാറ്റാണ് അറ്റ്മോസ്. അപ്പോൾ ആ ഒരു മോണോ ട്രാക്കിനെ ഇവരെങ്ങനെ അറ്റ്മോസിലേക്ക് മാറ്റി ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ ഈ ഒരു രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. കാരണം 4K റീമാസ്റ്റർ ക്വാളിറ്റി പിന്നെ അറ്റ്മോസ് ക്വാളിറ്റി ഇത് തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഗോൾ. കാരണം ഇത് എങ്ങനെ ഇത് കാണാൻ പറ്റും എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. ഈ ഒരു സിനിമ അന്ന് ഷൂട്ട് ചെയ്ത 35mm എന്ന് പറഞ്ഞ ആ ഒരു ഫിലിമിലാണ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ വരുന്ന സിനിമാസ്കോപ്പ് ഫോർമാറ്റ് അല്ല ഈ ഒരു 35mm എന്ന് പറയുന്നത്. അതായത് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാധാ ഒരു തിയേറ്റർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തിയേറ്ററിൻ്റെ ഏകദേശം നടുവശത്ത് മാത്രമായിരിക്കുന്ന പ്രൊജക്ഷൻ വരിക. അതിൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലായിട്ട് രണ്ട് വലിയ ബാർ വരും. അതായത് അതിൻ്റെ റേഷ്യോ അങ്ങനെയാണ്. അതുകൊണ്ട് നോർമൽ, അതായത് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ഉണ്ടെങ്കിലും അതിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ദേശം നടക്കില്ല. കാരണം നമ്മൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നത് സിനിമ കാണാമെന്നുള്ള രീതിയിൽ മറ്റേ എന്താ പറയുക ഇതിൻ്റെ കഥ മനസ്സിലാക്കാമെന്നല്ല, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെ സാധാ തിയേറ്ററിലൊന്നും കണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി ഈ ഒരു സിനിമ PXL-ലും പിന്നെ നമ്മളെ ക്യൂബിൻ്റെ പ്രീമിയം ഫോർമാറ്റായിട്ടുള്ള ആ ഒരു സ്ക്രീനിലും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ IMAX-ലും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ആദ്യമായിട്ടാണ് ഒരു സിനിമ, മലയാള സിനിമ IMAX കളിക്കുന്നത്. അതും 93-ലെ മണിച്ചിത്രത്താഴ് റീമാസ്റ്റർ ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യുന്ന ആ ഒരു സിനിമയാണ് ഫസ്റ്റ് മലയാള സിനിമ. എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് ഓർത്ത് വെച്ചു. കാരണം ഇതിനു മുമ്പ് ഒരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് പടമാണ് IMAX-ൽ ഇറങ്ങുന്നത്. അതേപോലെ തന്നെ PXL-ലും പിന്നെ അതുപോലെ തന്നെ ക്യൂബിൻ്റെ എപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ, ഈ ഒരു 3 സ്ക്രീനിലാണ് ഏറ്റവും ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മണിച്ചിത്രത്താഴ് കാണാൻ പറ്റുക. കാരണം ആ സ്ക്രീനിൻ്റെ റേഷ്യോ തന്നെയാണ്. നിങ്ങൾ സാധാ തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോ അല്ല ഈ 3 സ്ക്രീനുകൾ വരുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു വ്യൂ കാണണമെങ്കിൽ ഈ ഒരു 3 ഇതിൽ പോകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊച്ചി നമ്മളുടെ പുറമാളുള്ള PVR-ൻ്റെ 4 ആയിട്ട്, അതായത് PVR-ലെ 4ാമത്തെ സ്ക്രീനാണ് ഈ ഒരു PXL ഞാൻ ഗില്ലി കാണാൻ പോയിട്ടുണ്ടായിരുന്നു റീമാസ്റ്റർ ചെയ്ത് കാണാനായിട്ട്. പക്ഷേ അന്ന് ഗില്ലി കാണാൻ പോയിട്ടുണ്ടായ കുഴപ്പമെന്ന് വെച്ചാൽ സിനിമാസ്കോപ്പായിരുന്നു അതിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ സാധാ ഒരു തിയേറ്ററിൽ പോയി കണ്ടാലും മതിയായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടി ബിഗ് പിക്ചർ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അന്ന് അവിടെ പോയി കണ്ടത്. പക്ഷേ ഇപ്രാവശ്യം PXL-ആയിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഷ്യോ ഏകദേശം PXL-ൻ്റെ ഒരു റേഷ്യോ, അതായത് PXL-ൻ്റെ സ്ക്രീൻ സൈസ് അത്രയും വലിയൊരു സ്ക്രീൻ സൈസാണ്. അപ്പോൾ അതിൻ്റെയും ലെഫ്റ്റിലും റൈറ്റിലും ചെറിയൊരു കട്ടിങ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ബിഗ് ക്വാളിറ്റിയിൽ ആ വലിയ റേഷ്യോയിൽ നമുക്ക് ആ ഒരു പടം കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അറ്റ്മോസ്മിക്സൊക്കെ പറയാതെ വയ്യ. ഇതിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിചാരിക്കുന്നത് മണിച്ചിത്രത്താഴാണ് തോന്നുന്നത് ആദ്യമായിട്ട് മറ്റേ വീണ വെച്ചിട്ടൊക്കെ ഹൊറർ മ്യൂസിക് ഇടുന്നത്. അപ്പോൾ അതിലെ ഓരോ സീൻ ബൈ സീനുള്ള മ്യൂസിക് അടക്കം അറ്റ്മോസ്മിക്സൊക്കെ കിടിലാനായിട്ട് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ആരാണ് ചെയ്തെങ്കിലും സമ്മതിക്കാതെ വയ്യ, അത്ര ഗംഭീരമായിട്ട് അറ്റ്മോസ് മിക്സും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെങ്ങനെ ഇത്ര ക്വാളിറ്റിയിൽ ഒരു സാധാ ഒരു ഫിലിമിൽ റീമാസ്റ്റർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മാറ്റിനി നൗ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോമൻ പിള്ളൈ എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനും ആളുടെ ഒരു ടീം, കാരണം അവർ ഇറക്കിയിട്ടുള്ള സിനിമകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം മാറ്റിനി നൗവിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അവർ റീമാസ്റ്റർ ചെയ്ത കുറേ സിനിമകൾ, അല്ലെങ്കിൽ ആ സിനിമകൾ ചില സിനിമകൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്തെങ്കിൽ പോലും അതിലെ പാട്ടുകളും സീനുകളൊക്കെ ആ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര ക്വാളിറ്റി ഞാൻ തന്നെ ആലോചിച്ചു. ഞാൻ ഈ വെങ്കല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോകണം. കാരണം യൂട്യൂബിലൊന്നും ഒട്ടും അവൈലബിൾ ഇല്ല, ഏറ്റവും മോശം ക്വാളിറ്റി പ്രിൻ്റുള്ള സംഭവം. ഇവർ എത്ര ബെറ്റർ ആയിട്ടാണ് ഇത് റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മണിച്ചിത്രത്താഴ്. പക്ഷേ മണിച്ചിത്രത്താഴിൻ്റെ ചില വൈറ്റ് ഷോട്ട്സിന് മാത്രം റീമാസ്റ്റർ ചെയ്ത് ഇങ്ങനെ ബ്ലറായിട്ടുണ്ടോ എനിക്ക് ഫീൽ ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഞാനിതിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു സിനിമയുടെ ഒറിജിനൽ നെഗറ്റീവ് കിട്ടിയില്ല, ഇതിൻ്റെ പോസിറ്റീവ് വെച്ചിട്ട്. അതായത് നെഗറ്റീവ് പോസിറ്റീവ് പ്രിൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയാം, നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിലിം
ഇവർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വലിയൊരു ഫസ്റ്റ് കോപ്പി ഉണ്ടാവും. നമുക്ക് എന്താ പറയുക, എന്ത് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനും കളർ ചെയ്യാനും വേണ്ടി ഒരു കോപ്പി ഒക്കെ ഉണ്ടാവും. അതായത് നെഗറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ തിയേറ്ററിലേക്ക് നമ്മൾ പ്രിൻ്റ് കൊടുക്കില്ലേ, ആ പ്രിൻറ്റിനെയാണ് ഈ പോസിറ്റീവ് പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മണിച്ചിത്രത്താഴ് റീമാസ്റ്റർ ചെയ്തത് പോസിറ്റീവ് പ്രിൻ്റ് വെച്ചിട്ടും പിന്നെ നെഗറ്റീവിൻ്റെ ചെറിയ അങ്ങനെ എന്തോ ഞാൻ കേട്ടത്. കാരണം ഈ നെഗറ്റീവ് തന്നെ നമുക്ക് മിക്ക സിനിമകൾക്കും ഇപ്പോൾ കിട്ടാനില്ല. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിലൊന്നും ഇത് സൂക്ഷിച്ച് വെക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതായത് നമ്മളെ ബോളിവുഡിലടക്കം ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഹോളിവുഡിലൊക്കെ പറയുകയാണ്, അതിന് റെക്കോർഡ്സ് തന്നെയാണ്, ഹോളിവുഡ് റെക്കോർഡ്സ്, മൂവി റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഏതൊരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ സൂക്ഷിച്ച് വെക്കുന്ന പരിപാടിയാണ്. പണ്ട് തൊട്ടേ ഒരു സംഭവം. നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളെ പ്രൊഡ്യൂസേഴ്സൊന്നും അത് ശ്രദ്ധിച്ചൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിട്ടുള്ള സിനിമകൾ പ്രിൻ്റ് പോലും കിട്ടാനില്ല. ഇടവന്മാരുടെ പ്രിൻ്റൊക്കെ ഞാൻ എവിടെ വന്നിട്ടും കിട്ടിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അതുകൊണ്ടുള്ള പല കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് നശിച്ചു പോയി. മിക്ക സിനിമകളും തന്നെ കിട്ടാനില്ല. ഇപ്പോൾ ആദ്യത്തെ സിനിമ നമ്മൾ ശബ്ദീന്ദ്രമായിട്ടുള്ള ബാലൻ, അങ്ങനെ കുറേ സിനിമകളൊന്നും കിട്ടാനില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പോൾ ഈ മണിച്ചിത്രത്താഴിൻ്റെ ഈ ചില ഭാഗങ്ങളുള്ള ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽ റീമാസ്റ്ററിങ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലെ ക്ലോസ് ഷോട്ട്സിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈഡായിട്ട് വരുമ്പോൾ വൈഡ് വിഷ്വൽസ്, അതിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് പടം തുടങ്ങുന്നത് തന്നെ ഇന്നസെൻറ്റിലൂടെയാണല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വൈഡായിട്ട് വരുന്ന വിഷ്വൽസ് അത് കുറച്ച് ബ്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതെനിക്ക് തോന്നുന്നു ആ പ്രിൻറ്റിൻ്റെ ഇതായിരിക്കാം. റീമാസ്റ്റർ ചെയ്യാൻ പറ്റുന്നതിന് അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റീമാസ്റ്റർ ചെയ്ത പ്രിൻറ്റിൽ ഒരു സ്ഥലത്ത് പോലും കുത്തും വരയോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഞാൻ പലപ്പോഴും നമ്മൾ AP ഇൻ്റർനാഷണൽ റീമാസ്റ്റർ ചെയ്ത പല സിനിമകളും പാട്ടിൻ്റെ വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ റീമാസ്റ്റർ ചെയ്യുന്നതിൻ്റെ വ്യത്യാസവും മാറ്റിനോ എത്ര ഗംഭീരമായിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് റീമാസ്റ്റർ ചെയ്യുന്നതെന്ന് ഈ അവരുടെ സിനിമകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ മണിച്ചിത്രത്താഴും അത്ര ഗംഭീരമായിട്ട് വിഷ്വലി റീമാസ്റ്റർ ചെയ്ത ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഗ്രാഫിക്സ് മാത്രമായിരിക്കും, അതായത് ടൈറ്റിൽ ഗ്രാഫിക്സും ക്രെഡിറ്റ്സും ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സെൻസർ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നേരെ വരുന്ന നമ്മളുടെ താങ്ക്സ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ അത് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. പഴയ ഇതിൽ നിന്ന് മാറ്റി പുതിയൊരു രീതിയിൽ ആ ഒരു താങ്ക്സ് ഇതൊക്കെ വെച്ച് അങ്ങനെ കിടലായിട്ട് പോയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ കട്ടെന്ന് പറയാൻ പറ്റില്ല, എനിക്കിത് പെട്ടെന്നൊരു അടി വന്ന പോലെ ഫീൽ ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ശോഭനയുടെ ഒരു ചെറിയൊരു പാട്ടുണ്ടല്ലോ, അത് ചെറുതായിട്ട് എനിക്ക് കട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു. അത് ഞാനിത് ശ്രദ്ധിച്ചില്ല. അതല്ലാതെ സിനിമയിൽ കാര്യമായിട്ടുള്ള കട്ടിങ് ഒന്നുമില്ല. ഇപ്പോൾ ദേവദൂതൻ ഏകദേശം അരമണിക്കൂറോളം ആ സിനിമയിൽ നിന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നുമില്ല, കൂട്ടിച്ചേർത്തിട്ടുമില്ല വെട്ടി കളഞ്ഞിട്ടുമില്ല. ആകെ കൂട്ടിച്ചേർത്തെന്ന് പറയാനുണ്ടെങ്കിൽ അതതിൻ്റെ ഒരു ടൈറ്റിൽ ഗ്രാഫിക്സും അങ്ങനത്തെ സംഭവങ്ങളും മാത്രമായിരിക്കും. അങ്ങനെ ഒരു 2.25 മണിക്കൂറോളമുള്ള ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ PXL കണ്ടപ്പോൾ. നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഇത് PXL അല്ലെങ്കിൽ എപ്പിക്കോ അല്ലെങ്കിൽ നമ്മളുടെ IMAX, ഈ 3 സ്ക്രീനുകളിലാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമ്മൾ സാധാരണ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ഇപ്പോൾ അത്ര ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷേ പറഞ്ഞ പോലെ തന്നെ നമ്മളടുത്തൊന്നുമല്ല ഈ സ്ക്രീനുകളൊന്നും. ഇപ്പോൾ എപ്പിക്കാണെങ്കിൽ പോലും കോഴിക്കോട് വേണം, PXL ആണ് പിന്നെ ഇപ്പോൾ കൊച്ചിയിലുള്ളായിരുന്നു, നമുക്ക് അടുത്തുള്ളായിരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പിന്നെ ട്രിവാൻഡ്രത്താണ് IMAX. ഈ 3 സ്ഥലങ്ങളിലല്ലാതെ ഇങ്ങനത്തെ സ്ക്രീനുകളില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു റീമാസ്റ്റർ ചെയ്ത് ഈ ഒരു വേർഷൻ്റെ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. വിഷ്വൽ എക്സ്പീരിയൻസും സൗണ്ട് എക്സ്പീരിയൻസും ഒരു തവണയും കൂടിയും പോയി കാണണമെന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ തോന്നാം. അത്ര ഗംഭീരമായിട്ട് അവർ അത് നല്ല രീതിയിൽ റീമാസ്റ്റർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുള്ള അപ്പച്ചൻ പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. കാരണം ഒരു പടം റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ, അതായത് ഓൾറെഡി ഇതെല്ലാം ചെയ്ത് 10-30 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു പടം അത് തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ 1 കോടി രൂപ വേണമെന്ന്. ഈ ഒരു സിനിമ സൗണ്ട് മൊത്തം മാറ്റണമല്ലോ, കാരണം ഇത് അറ്റ്മോസ്ഫിയർക്ക് മിക്സ് ചെയ്യണം, ഇതിലെ ഡയലോഗ്സും പാട്ടും മാത്രമാണ് ഉണ്ടാവുക, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയൊക്കെ ചാനൽസ് ഇതൊക്കെ മാറ്റണമല്ലോ. അത് പിന്നെ ഈ പ്രിൻ്റ് ഇത് റീമാസ്റ്റർ ചെയ്തെടുക്കുക അതൊക്കെ എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല. കാരണം കുറേ നാളായി ഇതൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറേ സിനിമകൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളെ ഇതിനെല്ലാം തുടക്കം കുറിച്ചത് സ്ഫടികം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. സ്ഫടികം ഹിറ്റായി, അത് കഴിഞ്ഞ് ഇപ്പോൾ ദേവദൂതം വന്നു, ദേവദൂതം ഹിറ്റായി. മണിച്ചിത്രത്താഴ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്നുണ്ട്. കാരണം മണിച്ചിത്രത്താഴ് ആൾക്കാർ കണ്ട് ഇങ്ങനെ മടുത്തോണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഓഡിയൻസ് കുറച്ച് കുറവാണ് ഈ സിനിമ കാണാനായിട്ട്. പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ വാഴയും പിന്നെ നുണക്കുഴിയൊക്കെ കുറച്ചുകൂടി ഓഡിയൻസ് കാണാൻ പോകുന്നതുകൊണ്ടായിരിക്കും മണിച്ചിത്രത്താഴിന് ഇപ്പം അറിയ പേര് കാണുന്നില്ല. പക്ഷേ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവം തന്നെയാണ്. കാരണം എനിക്കറിയില്ല ഇത് യൂട്യൂബിലൊന്നും ഇടുന്നു. കാരണം ഇത് റീമാസ്റ്റർ ചെയ്ത മാറ്റിനോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് റൈറ്റ്സ് ഇല്ലാത്തൊരു സിനിമയാണ് ഈ ഒരു മണിച്ചിത്രത്താഴ്. അപ്പം മാറ്റിനോവിൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നത് പ്രതീക്ഷിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം ഇതിൻ്റെ റൈറ്റ്സ് ഉള്ള സൈനക്ക് തന്നെയാണ്. അപ്പോൾ അവർ റീമാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാറ്റിനോ ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒന്നും മാറ്റിനോവിന് ഇല്ല.
അതുകൊണ്ട് മിക്കവാറും സൈന വഴിയൊക്കെ ആയിരിക്കും അവർ യൂട്യൂബിലോ അല്ലെങ്കിൽ സൈനയുടെ OTT പ്ലാറ്റ്ഫോം വഴി ഇങ്ങനെ ആയിരിക്കും ഈ 4K റീമാസ്റ്റർ ചെയ്ത ഒരു മണിച്ചിത്രത്താഴ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റുന്നവർ പോയി കാണാം. ഇത് കാരണം നിങ്ങളിത് ഇപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. അപ്പോൾ നല്ല തിയേറ്റർ ചൂസ് ചെയ്യുക, അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇനി എന്തോരം സിനിമയാണ് വരാൻ കിടക്കുന്നത് അറിയും. കാരണം ഈ മമ്മൂട്ടിയുടെ തന്നെ വടക്കൻ വീരഗാഥ, പാലേരി മാണിക്യം പണിയത്, അതുകൂടാതെ ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, ഇതെല്ലാം റീമാസ്റ്റർ ചെയ്ത് നിൽക്കുക. പിന്നെ തേന്മാവിൻ കൊമ്പത്ത്, ഇതെല്ലാം റീമാസ്റ്റർ ചെയ്ത് പയ്യെ ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് റീമാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയണം. 6 മാസം കഴിയുമ്പോൾ തിയേറ്റർ റിലീസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പഴയ കുറേ ക്ലാസിക്കൽ പടങ്ങളെല്ലാം റീമാസ്റ്റർ ചെയ്ത് ബിഗ് സ്ക്രീനിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും കുറേ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്തിറങ്ങിയ 3 സിനിമകളും, സ്ഫടികവും ഈ ദേവദൂതനും മണിച്ചിത്രത്താഴും, 3 കണ്ടു. 3 റീമാസ്റ്ററിങ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് മണിച്ചിത്രത്താഴിനെ കുറിച്ച് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.